പേർഷ്യൻ ഉൾക്കടലിൽ മൈൻ ഭീഷണിയുമായി ഇറാൻ തീരത്തോ ദ്വീപുകളിലോ ക്രമമുണ്ടായാൽ പേർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി മൈനുകൾ വിതറുമെന്ന് ഇറാന്റെ നാഷണൽ ഡിഫൻസ് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ഇത് ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെയും ആശയവിനിമയത്തെയും പൂർണ്ണമായും സ്തംഭിപ്പിക്കും. ഇറാന്റെ തെക്കൻ തീരങ്ങളിലോ തന്ത്രപ്രധാനമായ ദ്വീപുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ പേർഷ്യൻ ഉൾക്കടലിൽ പൂർണ്ണമായി കടൽ മൈനുകൾ വിതറുമെന്ന കടുത്ത ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെതിരെ നീക്കങ്ങൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതിരോധ കൗൺസിൽ ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരമൊരു നീക്കമുണ്ടായാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴികളിലൊന്നായ പേർഷ്യൻ ഉൾക്കടലിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാകും. തീരപ്രദേശങ്ങളിൽ നിന്നും വിന്യസിക്കാൻ കഴിയുന്ന അത്യാധുനികമായ പൊങ്ങിക്കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കടൽ മൈനുകൾ ഉപയോഗിക്കാൻ തയ്യാറാണെന്നാണ് ഇറാൻ മാധ്യമ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം നടപടിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ പ്രത്യാക്രമണ ഭീഷണി വരുന്നത്. ഉൾക്കടലിലേക്കുള്ള എല്ലാ പാതകളും മൈനുകൾ ഉപയോഗിച്ച് അടയ്ക്കുമെന്നും ഇത് മേഖലയെ ഹോർമസ് കടലിടുക്കിന് സമാനമായ അതീവ ജാഗ്രതാ മേഖലയാക്കി മാറ്റുമെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. കടലിൽ വിതറുന്ന മൈനുകൾ നീക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലും ഇറാൻ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1980കളിൽ വിതറിയ ഏതാനും മൈനുകൾ നീക്കം ചെയ്യാൻ 100-ലധികം മൈൻ സ്വീപ്പർ കപ്പലുകൾ പരാജയപ്പെട്ട ചരിത്രവും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിതരണത്തെയും ദീർഘകാലത്തേക്ക് ഗുരുതരമായി ബാധിക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. മേഖലയിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾ തങ്ങളുമായി ബന്ധപ്പെടണമെന്നും കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ആഴ്ചകളായി തുടരുന്ന സംഘർഷങ്ങൾക്കിടെ ഉയർന്നു വന്ന ഈ പുതിയ ഭീഷണി ആഗോള വിപണികളെയും ലോകരാജ്യങ്ങളെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുമുണ്ട്. ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കാനും കാരണമായേക്കും. ഇറാന്റെ ഈ നീക്കം ഒരു വലിയ പ്രാദേശിക പ്രതിസന്ധിയിലേക്കും ആഗോള എണ്ണവിലയിലെ വൻ വർധനവിലേക്കും നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.